കാര്യത്തിൽ അങ്ങനല്ല, ആ കുഴപ്പമായിക്കോട്ടെ ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ തീരുമാനം ഇടും. അല്ല, അദ്ദേഹത്തിന് എനിക്കൊരു അനുഭവമുണ്ട്. നമ്മുടെ അടുത്തൊരു സ്കൂളിൽ പിന്നെ ഒരു ഞാൻ ചിരിച്ചു പോയനെ. അജീത് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നേതാവിനെ ബിസിനസ്മാനെ BJP കേരളത്തിൽ അധ്യക്ഷനാക്കിയത് തന്നെ ചെയ്യരുത്. 23 ദിവസം കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം തിരുവനന്തപുരത്തുണ്ടായി. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഒരു നേതാവാണ്. ഒരു ആളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അത് അവിടുത്തെ മണ്ഡലത്തേക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, കേരളത്തിന് മുഴുവൻ ബാധിക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ശരി, അപ്പൊ നമുക്ക് ട്രെൻഡ് നോക്കാം. തിരുവനന്തപുരത്തുണ്ടാക്കിയ ഒരു BJP നേതാവാണ്. ഒരു ആളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അത് അവിടുത്തെ മണ്ഡലത്തേക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, കേരളത്തിന് മുഴുവൻ ബാധിക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ശരി, അപ്പൊ നമുക്ക് ട്രെൻഡ് നോക്കാം. ദൈവമേ, എന്നെ ഉടലോടെ കെട്ടിയെടുക്കണമേ. കോട്ടയാണെന്ന് പറയുമ്പോഴാണ് ഈ പറയുന്നത്. നിങ്ങൾ KK ശൈലജയെ പരീക്ഷണത്തിൽ അവിടേക്ക് വിട്ടിരിക്കുകയാണല്ലോ. നമുക്ക് പരീക്ഷണത്തിൽ രാത്രിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ബേപ്പൂരിലേക്ക് പോകാൻ കിട്ടിയിട്ടുണ്ടല്ലോ, അവിടെ ബേപ്പൂർ ബീച്ചും ചാലിയം ബീച്ചും ഉണ്ടല്ലോ. ആ രണ്ട് സ്ഥലത്തൂടെയും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു ദുബായിലെ സ്ഥലത്തൂടെ പോകുന്നു. കുറയ്ക്കാൻ പറ്റുമോ? അപ്പൊ സമാസമം. இப்ப எனக்கு கிட்னி போச்சு, உனக்கு குண்டி போச்சு. ஒண்ணுமே இல்ல, பாக்கணுமா? ஒண்ணுமே இல்ல. പിടിക്കാം. ബലാബലം കോഴിക്കോട് ഒരു വോട്ടെണ്ണൽ ദിവസത്തിന്റെ ആവേശമുണ്ട്. ബലാബലം നിൽക്കുന്നു. നോക്കൂ, ഒരു വലിയ ഭരണവിരുദ്ധ വികാരത്തിന്റെ തരംഗമൊന്നും നിലവിലത്തെ ട്രെൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ രണ്ടിൽ നിന്ന് എത്രയിലേക്കാണ് ഉയർന്നത്? അഭിപ്രായം ഞങ്ങൾക്കൊരു നല്ല അഭിപ്രായമില്ല. മുഖ്യമന്ത്രിയാണ് അങ്ങേര് വന്ന് കേരളം നശിച്ചു. രാഷ്ട്രീയ കളി കളിച്ചിട്ട് അത് വീണ്ടും അതിന്റെ ഒരു സൗകര്യത്തിനനുസരിച്ച് നിലപാട് മയപ്പെടുത്തുന്നതും വെള്ളം ചേർക്കുന്നതും കാണുമ്പോൾ ഒന്ന് പറഞ്ഞു പോയി. എനിക്കും പറ്റുമോ? പറ്റും. എങ്ങനെ? കുണ്ടലിനിയെ ഉണർത്തണം. ഉണർത്താം, സ്വാമി പഠിപ്പിച്ചാ മതി. ഡോക്ടർ അരുണിലേക്കാണ്. SDPI CPM ഡീലാണോ? സ്മൃതി, ഡീലുണ്ടെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. രണ്ടു വാചകങ്ങൾ നേരത്തെ സുനിൽ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കോട്ടുകൾ തന്നെയാണ്. ഒന്ന്, സത്യം ഇത് ഏതാണ് പാലം? അക്ഷരി കളിക്കുകയാണോ അതോ അക്ഷര ശ്ലോക മത്സരം? പാലം ഒരു ഭാഗത്ത് ഇത് കായലാണ് അല്ലേ? ഇതൊരു അപ്പുറവും ഇപ്പുറവും പുഴയാണ്. ഈ പുഴയുടെ നടുക്കൂടിയുള്ള പാലാണ് അല്ലേ? പക്ഷെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മനോഹരമായിരിക്കും. മലപ്പുറം അറിയില്ല അല്ലേ? ഇതാണ് ഇത് CM ഉദ്ഘാടനം ചെയ്ത പാലാണ്. അതെ അതെ അതെ. ഇത് തൊട്ട് മുമ്പ് ഇത് റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്.